ഇവിടെ കുറേ കാടൊക്കെ വെട്ടി ഇതിനെ മറ്റേ പ്ലാസ്റ്റിക്കൊക്കെ കെട്ടി ഹരിതകർമ്മ സ്നേഹിക്ക് കൊടുക്കാനായിട്ട് ദേ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കൃഷിഭവനിൽ നിന്നൊക്കെ കൊണ്ടുവന്നില്ലേ, അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ മാവുകളാണ് വേണ്ടേ. അതൊക്കെ ഇച്ചിരി പൊങ്ങി വന്നു. ഇത് നമ്മളല്ലാണ്ട് വാങ്ങി വെച്ച ചാമ്പ. ഇതും അല്ലാണ്ട് കായ്ച്ച് തന്നെ വാങ്ങി വെച്ച മാവുകൾ. തിളിരൊക്കെ വരുന്നുണ്ട് ആവശ്യം പോലെ. കായ്ക്കുവോ ആവോ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അമ്പഴം കുറച്ചൊന്ന് കോതണം. പിന്നെ ഏതാണ്ട ഇവരെല്ലാം ദേ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. സുന്ദരനും സുന്ദരൻ്റെ ഫാമിലിയും നമ്മുടെ താരങ്ങളും ഒക്കെ. അതായത് സുന്ദരനെ പറഞ്ഞപ്പോഴേ സുന്ദരൻ വിളി കേട്ടു. സുന്ദര കണ്ടോ, അതാണ് നമ്മുടെ സുന്ദരൻ. സുന്ദരൻ ഈസ് ഓൾവേസ് ഒബീഡിയൻറ്റ്. എന്നിട്ട് നമ്മുടെ കണ്ട കറുമ്പികളും. പിന്നെ ഇത് നമ്മളിപ്രാവശ്യം വാങ്ങി വെച്ച മാവാണ്. ഇതേണ്ടേ കായൊക്കെ വന്നു തുടങ്ങി. പിന്നെ ദേ ഇവിടെ നിൽപ്പുണ്ട്. പലതും പല വെറൈറ്റിയാണ് കേട്ടോ. ഏതൊക്കെ വെറൈറ്റി എന്നൊന്നും എനിക്കറിയില്ല. ഇതുണ്ട് കണ്ടോ, ഇതുമൊക്കെ നിൽപ്പുണ്ട്. മാങ്ങയുടെ സീസണായല്ലോ. ഇവിടെ ഇവരിന്ന് ഇങ്ങനെ കായ്ക്കാതെ നിൽക്കണണ്ട് തന്നെ ഇവരൊക്കെ ഒരുപാട് പൊങ്ങിപ്പോയി. ഇവരെയൊക്കെ വെട്ടി ചെറുതാക്കിയിട്ട് നമ്മളിവിടെ ഒരു മോതിരവള ഇടണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നോക്കാം എങ്ങനെ പോകണമെന്ന്. ഇവർ പൊക്കത്തിപ്പോയാൽ കായ്ക്കില്ല. പൊക്കത്തിപ്പോയാൽ കായ്ച്ചാൽ തന്നെ ആരാ കയറി പറിക്കാൻ? ഇന്ന് ഇങ്ങനെ മരം കയറി പുറകിൽ പോയി മീൻസ് വലുതായിട്ട് ഉയർത്തിപ്പോയാലേ അതേ കയറി പറിക്കുന്നവർ കുറവല്ലേ. ഉണ്ടോ, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കോട്ടുകോണനായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കോട്ടുകോണനായിരിക്കാമെന്ന് നമുക്ക് തോന്നുന്നു. വേണ്ടേ കണ്ടോ, കുഞ്ഞു മാവാണേ. എന്നുവെച്ചാൽ എനിക്ക് കൈയെത്തി ഇങ്ങനെ നിൽക്കാൻ പറ്റും. അത്ര ചെറുതാണ്. വേണ്ടോ, നീല ഇവരൊന്നും ഉപദ്രവിക്കാതിരുന്നാൽ എൻ്റെ അപ്പൂന് പറിക്കായിരുന്നു. അപ്പുക്കുട്ടനെ പറിക്കാൻ സമ്മതിക്കണേ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ലെമൺ വൈൻ സ്ഥിരം പൂത്ത് കുലച്ച് കിടക്കുന്നതാണ്. അവരെ ആ കാട് വെട്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. ഇനി അടുത്ത മഴ കൊണ്ട് തിളിർക്കേണ്ട എൻ്റെ കരിയേപ്പില. പിന്നെ ഇവിടെ അമ്മയും പിള്ളേരുമായിട്ട്, പിള്ളേർ 10 പേരുണ്ട്, അമ്മയും ഉണ്ട്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കാണിച്ചു തരാം. തുറന്നു വിട്ടാൽ അത് എല്ലാണും കൂടെ ഇറങ്ങി ഓടും. കണ്ടോ, 10 കുട്ടികളും അമ്മയും. അവരവരുടെ രാജ്യത്ത് നിന്നോട്ടെ. കണ്ടോ, പുതിയ വിയറ്റ്നാം മറലിൽ പുതിയ ചക്ക പിടിച്ചിട്ടുണ്ട്. ഇതെൻ്റെ അപ്പുകൂട്ടനെ കൊണ്ട് പറിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ വെട്ടി തീർത്തെങ്കിലും വീണ്ടും വാശിയോടെ വളരുന്നുണ്ട്. ഇതിൽ കുറേ തളിരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കളിയാക്കിയൊക്കെ വിട്ടിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ തളിരുകൾ എന്തെങ്കിലും ഗുണമുള്ളതാവാം, പറയാൻ പറ്റില്ല. നമ്മൾ ഒളിച്ച് വെച്ച് കായ്പിച്ച് നിർത്തിയ നമ്മുടെ ശീമ ഒളിച്ച് വെച്ചാണ് ഇവനെ ഒരുവിധം പിടിപ്പിച്ച് കയറ്റിയത്. കാരണം ഇവന്മാരെല്ലാവരും വന്നിരുന്ന് കൊത്തിപ്പറക്കി എൻ്റെ ശീമയുടെ ഇല മുഴുവൻ തിന്ന് നശിച്ചിരുന്നതാണ്. പിന്നെയും നമ്മൾ അതിനെ കഷ്ടപ്പെട്ട് തളിർപ്പിച്ച് കയറ്റി. അവൻ വിചാരിക്കുന്ന അവനോടാണ് സംസാരിക്കുന്നതെന്ന് കേട്ടോ. അതുകൊണ്ട് അവൻ മറുപടി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. മക്കളെ നിന്നോടല്ലടാ. ഞങ്ങളുടെ മുല്ലയൊക്കെ അതേ സീസണായപ്പോൾ വീണ്ടും പൂത്തു. ഉണ്ടോ, ആദ്യമായിട്ട് ഞാനിവിടെ മുല്ല വെച്ചിട്ടേ അങ്ങനെ ചെറുതായിരുന്നല്ലോ, പടർന്ന് കിടന്നൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ ഡെലിവറി എല്ലാം കഴിഞ്ഞ് അമ്മുക്കുട്ടി ചെറുതായിരുന്നു. ഒരു 8 മാസമോ 9 മാസമൊക്കെ ആയപ്പം ഞാനിവിടെ 9 മാസമൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഒരു വയസ്സ് അടുപ്പിച്ചവരായപ്പോൾ ഇവിടെ വന്നപ്പോൾ നിറയെ മുല്ലമുട്ട്. അന്ന് ഞാൻ വെച്ചിട്ട് പോയത് ഇത് അടുക്കുമുല്ല താഴെന്ന് പറിച്ചുകൊണ്ട് വന്ന് പിടിപ്പിച്ചതാണേ. അടുക്കുമുല്ല ഒരു 5 മീൻസ് സാധാരണ നമ്മൾ കുടമുല്ല എന്ന് പറയില്ല, അത്. ഇതൊക്കെ നിറച്ച് നിറച്ച് പൂത്ത് നിൽക്കുന്നത് കാണാനുള്ള ആഗ്രഹത്തിന് എൻ്റെ ഭ്രാന്തിന് ഞാൻ വന്ന് ഓരോന്ന് ഉണ്ടാക്കിയതാണ്. ഇതേ കണ്ടോ, ഇവിടെ മുള്ളനും ഫാമിലി ഉണ്ട്. മുള്ളൻ ആൻഡ് ഫാമിലി. പിന്നെ ഇതിൽ നിന്നൊരു പേരയ്ക്ക കിട്ടിയിട്ടുണ്ട്, നല്ല പഴുത്തത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് 2 ഇന്നും ആയിട്ട് ഇത്രയും പൂവ് കിട്ടിയിട്ടുണ്ട്. ഈ അടുക്കുമുല്ല നല്ല ഭംഗിയുള്ളതാണ്, നിറച്ച് പൂക്കും. എന്താണിപ്പാ, ഞാൻ നിങ്ങളോടല്ല പറഞ്ഞത്. എങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പറയണതും കേൾക്കാം. അപ്പം ശരി, ഇത്ര തന്നെ ഈ പറമ്പിൻ്റെ വിശേഷം പറയാനുള്ളൂ. കണ്ടോ,
അങ്ങനെ നമ്മുടെ പറമ്പ് ക്ലീനായി കിടക്കുന്നു. ഇവരും അതിൻ്റെ ഒരു മെയിൻ ഭാഗമാണ് കേട്ടോ ഈ പറമ്പ് ക്ലീനായി കിടക്കുന്നതിൻ്റെ.